സിമ്പിളായിട്ട് എങ്ങനെ ഒരു എയർലൈൻ ഡ്രസ്സ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ സ്ക്വയർ നെക്കും അതുപോലെ 3/4 സ്ലീവും ഉള്ള ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നോർമലി നമ്മൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങുന്ന ഒരു നൈറ്റി ബിറ്റ് ഉണ്ടല്ലോ, ആ ഒരു നൈറ്റി ബിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അറൗണ്ട് 2 മീറ്ററിൻ്റെ അടുത്തോ മറ്റോ നീളം ഉണ്ടാവും. അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല, കറക്റ്റ് അളന്നിട്ടില്ല. ആ ഒരു നൈറ്റി ബിറ്റില്ലേ നോർമൽ കോട്ടൻ്റെ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ലൈനിങ് ഒന്നും തന്നെ വെക്കേണ്ടിയും വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ കോട്ടൺ ആയതുകൊണ്ട് നല്ല കംഫർട്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നൈറ്റിയൊക്കെ മടക്കുന്നത് പോലെ ഇതിനെ 4ആക്കി മടക്കിയിട്ടു. അതായത് ആദ്യം അതിനെ സെൻറ്ററിലോട്ട് മടക്കി കൊടുക്കുക, എന്നിട്ട് ആ നീളത്തിന് ഒന്ന് ഇങ്ങോട്ടാക്കി നേരെ പകുതി നീളമാകുന്ന തരത്തിൽ മടക്കി കൊടുക്കുക. അപ്പം മുകളിലത്തെ സൈഡിൽ ഇങ്ങനെ 4 ലെയർ മെഷർമെന്റ്സ് അതുപോലെ ക്ലോസ്, അതിന് വേണ്ടി ജസ്റ്റ് താഴത്തെ സൈഡ് മൊത്തം 4 ലെയർ വന്നിട്ടുണ്ടാവും. അതായത് മൊത്തത്തിലുള്ളത് ഓപ്പൺ ആക്കിയിട്ട് മടക്കി കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ 4 ലെയറായിട്ട് വന്നിട്ടുണ്ടാവും 4 ഫോൾഡ്. ഇനി ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, താഴത്തെ സൈഡിൽ, അതായത് 4 സൈഡ് ഓപ്പൺ ആയ സൈഡ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ ലെങ്ത് എത്രയാണോ അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ 45 ഇഞ്ചായിരുന്നു എടുത്തിട്ടുള്ളത്. ഓക്കെ, എയർലൈൻ ആയതുകൊണ്ട് മൊത്തത്തിൽ ഷോൾഡർ തൊട്ട് താഴെ വരെയുള്ള ലെങ്ത് എടുക്കണേ. അപ്പോൾ 45 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈനാക്കി നീട്ടി വരച്ചു കൊടുത്തു. അവിടെ നമ്മൾ നെക്കും ഷോൾഡറും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നെക്കായിട്ട് 3 ഇഞ്ചും അതുപോലെ ഷോൾഡറായിട്ട് ഒരു 3.5 ഇഞ്ച്, അതായത് 3 ഇഞ്ചിന് ശേഷം ഒരു 3.5 ഇഞ്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് അമ്മയുടെ അളവ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് അത്യാവശ്യം സൈസുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് മാറ്റി കൊടുക്കാവേ. ആൻഡ് അതുപോലെ താഴേക്കുള്ള ആം ഹോൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഒരു 6.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെൻറ്റ്സ് അനുസരിച്ച് മാറ്റി കൊടുക്കാം. ഞാനത് വീണ്ടും പറയുന്നില്ലേ. അപ്പോൾ താഴേക്ക് ഒരു 6.5 ഇഞ്ചിൽ നമ്മൾ ആം ഹോൾ വരച്ചു കൊടുത്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചെസ്റ്റിൻ്റെ 4/1, ഞങ്ങൾക്ക് 40 ഇഞ്ചായിരുന്നു, അതിൻ്റെ 4/1 10 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 12 ഇഞ്ചിൻ്റെ അടുത്ത് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ആം ഹോളിൻ്റെ കർവ് ഇറക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ നിന്ന് ജസ്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് 6.5 ഇഞ്ചാണല്ലോ എടുത്തത്. 6.5 ഇഞ്ചിൻ്റെ പകുതി എത്രയാണോ, 3.25 ഇഞ്ചിൻ്റെ അടുത്ത് വരും. ആ ഒരു നേരെ പകുതി കണ്ടുപിടിച്ചിട്ട് അവിടെയും ജസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ 3 പോയിന്റ്സ്, അതായത് ഈ 6.5ൻ്റെ പകുതി മാർക്ക് ചെയ്ത് ആം ഹോളിൻ്റെ പകുതിയില്ലേ, അതും കോണിൽ നിന്നെടുത്ത അളവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് അളവുണ്ടല്ലോ, ആ 3 പോയിന്റ്സും കൂടെ കണക്ട് ചെയ്യുന്ന തരത്തിൽ എന്താ കറക്റ്റായിട്ട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഒരു ആർച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ആർച്ചല്ല, കർവ്. അപ്പോൾ ഇതാണ് നമ്മൾ ആം ഹോളിൻ്റെ കർവ്. ഇങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും വരക്കാറുള്ളത്. അപ്പോൾ ആം ഹോൾ വരച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ആ ഒരു ഷേപ്പിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതൊരു 15 ഇഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ അളന്ന് നോക്കിയപ്പോൾ. അപ്പോൾ അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് നമ്മൾ ആ വയറിൻ്റെ അവിടെ ഉണ്ടല്ലോ, 15 ഇഞ്ച് താഴെ വരുന്നത്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണോ എന്ന് അളന്ന് നോക്കിയിട്ട് അതിൻ്റെ 4/1 മാർക്ക് ചെയ്ത് കൊടുത്തു. അതും ഏകദേശം 40ൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10ഉം നേരത്തെ പോലെ തന്നെ 10ഉം 12 വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഷേപ്പിൻ്റെ പോയിന്റിൽ നിന്ന് എന്താ ഈ തുണി 4ആക്കി മടക്കിയിട്ടപ്പോൾ ആ ഒരു അറ്റം ഉണ്ടല്ലോ, ആ ഒരു അറ്റത്തേക്ക് നമ്മളിങ്ങനെ നീട്ടി വരച്ചു കൊടുത്തു. ഓക്കെ, ഇച്ചിരി വളവുണ്ടാവും. ഓക്കെ, അതങ്ങനെ വളച്ച് വരച്ചു കൊടുത്തു, ആ പോയിന്റ് ഇങ്ങേറ്റം വരെ. എന്നിട്ട് നേരെ അപ്പുറം 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും താഴേക്ക് വരച്ചു കൊടുത്തു. വരക്കുന്ന സമയത്ത് താഴത്തെ ടാപ്പ് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ഇവിടെ ഒരു കോണ് പോലെയാണ് വരിക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം ആൻഡ് അതുപോലെ ചെസ്റ്റിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അത് രണ്ടും കൂടെ കൂട്ടി വരച്ചു കൊടുത്തു. തയ്യൽ തുമ്പ് രണ്ടും ഒന്നിച്ചാക്കി കൊടുത്തു, ഒറിജിനൽ അളവ് രണ്ടും ഒന്നിച്ചാക്കി കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ ഇപ്പം തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങൾ തയ്ക്കുന്ന സമയത്ത് അന്നേരം നോക്കിയിട്ട് നെക്ക് മാർക്ക് ചെയ്യാനാണ് പതിവ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ആദ്യം തന്നെ ആം ഹോള് വെട്ടിയെടുത്തു. അതുപോലെ പുറത്തുള്ള ആ ഒരു ചെസ്റ്റിൻ്റെ ഷേപ്പിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗവും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഞങ്ങളുടെ ഓണം സീരീസ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പട്ടുപാവാടയും സാരി ബ്ലൗസുകളും മറ്റും ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, കാരണം ഓണമൊക്കെ വരുന്നല്ലേ. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വലിയ ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ ആ ഒരു കോണുണ്ടല്ലോ, അവിടെ സ്ട്രെയിറ്റ് ആയി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതും ഇങ്ങനെ ഒന്ന് വളച്ചിട്ട് ആ ഒരു കറക്റ്റ് അളവെന്നില്ല, ജസ്റ്റ് ഒന്നൊരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്ട്രെയിറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് വളച്ച് മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പോർഷനും കൂടെ ഇങ്ങ് വെട്ടിയെടുത്തു.
ഓക്കെ, പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു കുറച്ച് ഫ്ലെയർ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ബാക്കി വന്ന ആ തുണിയില്ലേ, ആ തുണീനെ ജസ്റ്റ് ഈ തുണീൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഷേപ്പിൻ്റെ പോർഷനേക്കാൾ ഇച്ചിരി അധികം വരുന്ന തരത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഓപ്ഷണലാണ്, ഇച്ചിരി ഫ്ലെയർ കിടന്നോട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്, കാരണം അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യല്ലോ. അപ്പോൾ ഷേപ്പിൻ്റെ മുകളിലായിട്ട് ഏകദേശം ഇത്ര ഒരു പോർഷൻ വരുന്നുണ്ട്. പിന്നെ താഴെ നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ട് അതും ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 4 പീസ് ഉള്ളത് കൊണ്ട് 4 മടക്കായതുകൊണ്ട് നമുക്ക് 2 എണ്ണം കിട്ടും. ഇനി ആ മുകളിലുള്ള ആ ഒരു ഭാഗമില്ലേ ബാക്കി വന്നത്, അതിൽ നിന്ന് നമുക്ക് സ്ലീവ്സ് വെട്ടിയെടുക്കണം. അപ്പോൾ അതിനെ ജസ്റ്റ് നടുവിലൂടെ നമ്മൾ 4 പീസാക്കിയിട്ട് തന്നെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിലത്തെ വശത്തുനിന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ച് നമ്മൾ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ക്ലോസ്ഡ് ആയിട്ടുള്ള വശത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3.5 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നീട്ടിയിട്ട് സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോൾ എത്രയാണെന്ന് കറക്റ്റ് ഒന്ന് അളന്ന് നോക്കുക. ആ വെട്ടിയതിൻ്റെ അകത്ത് നിന്ന് അളന്ന് നോക്കിയിട്ട് എത്രയാണോ അത് കൊടുക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു 11 ഇഞ്ചിൻ്റെ അടുത്താണ് ആം ഹോൾ വന്നിട്ടുള്ളത്. ആ 11 ഇഞ്ച് ആ ലൈനിൽ മാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് വരുന്ന ആ കോണുമായിട്ട് ഇതൊന്ന് കൂട്ടിയെടുത്ത് കൊടുക്കുക. ഓക്കെ, ജോയിൻ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ പകുതി എത്രയാണോ വരുന്നത് അത് കണ്ടുപിടിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ഈ അറ്റം വരെ വെച്ച് കൊടുത്തിട്ട് ആ ടാപ്പിന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ അത് മടക്കിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. ആ സെൻറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ അറ്റത്തുനിന്ന് ആ ഒരു കോണുണ്ടല്ലോ, മുകളിലത്തെ കോണിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചെരിച്ചിട്ട് മുകളിൽ നിന്ന് ആ സെൻറ്റർ വരെയും പിന്നെ താഴെത്തും ആ സെൻറ്ററിനൊന്ന് ചെരിച്ച്, അതായത് താഴേന്ന് മേലോട്ടേക്കുള്ള രീതിയില്ലേ, അങ്ങനെ നമ്മൾ കർവ് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്താണ് വരുന്നത്. നമ്മളത് മൊത്തത്തിലായിട്ട് എടുത്തിട്ടുണ്ട്, എന്നാലേ 3/4 കിട്ടുള്ളൂ. അപ്പോൾ ആ ലെങ്ത്ത് മൊത്തത്തിലെടുത്തു. പിന്നെ നമ്മുടെ താഴെയുള്ള ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, അത് എത്രയാണോ എന്ന് വെച്ചാൽ കൊടുക്കുക. ഞങ്ങളിവിടെ ഒരു 5.5 ഇഞ്ചിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്ലസ് കുറച്ച് തയ്യൽ തുമ്പും കൊടുത്തേക്കുക. എന്നിട്ട് നേരത്തെ വരച്ച ആ ഒരു അറ്റം ഉണ്ടല്ലോ ലൈനിൻ്റെ, ആ ലൈനിന് കറക്റ്റായിട്ട് നമ്മൾ ഇത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇത് മൊത്തത്തിൽ ആ ഒരു ഷേപ്പിൽ ആദ്യം ആ മേലെയോട്ടുള്ള സർക്കിളല്ല ഷേപ്പ്, പിന്നെ താഴേക്കുള്ള ആ ഒരു ഷേപ്പ്, പിന്നെ ആ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ തയ്യൽ തുമ്പിലേക്ക് വേണം കേട്ടോ, താഴേക്കുള്ള ലെങ്ത്തിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതൊരു മാർക്ക് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. താഴെ 2 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഒന്നേ വരുന്നുണ്ടാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ ചെയ്ത് നടുക്ക് ചെറിയൊരു കട്ടും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സ്ലീവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എ ലൈൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും കട്ടിങ് എന്ന് പറഞ്ഞിട്ട് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ക്ലോസ് പീസാണ് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ 2 എക്സ്ട്രാ പീസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ പീസിനെ ജസ്റ്റ് ഇതിൻ്റെ മേലെയായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് 2ൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിലാക്കിയിട്ട് അങ്ങ് 2ഉം കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഷേപ്പിൻ്റെ ആ ഒരു പോർഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തുണി ഉണ്ടല്ലോ നമ്മുടെ ഈ എന്താണ് എക്സ്ട്രാ വെട്ടിയത്, അതൊരു 4 പീസ് ഉണ്ടാവും. അപ്പോൾ എന്താ 2 ബാക്കിലേക്ക് 2 പീസ്, മുമ്പിൽ 2 പീസും വരുന്ന വിധത്തിൽ ആ ഷേപ്പിൻ്റെ അവിടെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴേലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2ൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യും, അതുപോലെ തന്നെ നല്ല വശം പുറത്തുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ ഇച്ചിരി ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയേ. ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റിൻ്റെ അവിടെയൊക്കെ ഇച്ചിരി സൈസുള്ളവരാണെങ്കിൽ ഇങ്ങനെ തുണി കിട്ടണമെന്നില്ല, ഞങ്ങൾക്കിവിടെ കണ്ടതുകൊണ്ട് ഞങ്ങൾ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ചെയ്യുന്നവർ ചെയ്താൽ മതി. അപ്പോൾ 4 പീസിൻ്റെ 4 കുഞ്ഞ് പീസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ കിട്ടിയത്, ആ 4 പീസിനെ നമ്മൾ ആ ഒരു ഫ്രണ്ടും ബാക്കും ആയിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഫ്ലെയറിൽ കുഴപ്പമില്ലാത്തൊരു ഫ്ലെയറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്കും മറ്റും ഫിനിഷ് ചെയ്യാം. അപ്പോൾ നെക്ക് നമ്മൾ വെട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കിവിടെ നെക്ക് വെട്ടിക്കൊടുക്കണം. അതിനെ നേരെ നടുവിലോട്ട് മടക്കിയിട്ട് നമ്മൾ ഒരു 3 ഇഞ്ചിൻ്റെ അകത്ത് നെക്ക് വിട്ടും കൊടുത്തു. അതുപോലെ തന്നെ താഴേലേക്ക് ഒരു 5.5 ഇഞ്ചിൻ്റെ അടുത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെന്തായാലും വെട്ടിക്കളയുന്നതാണ്. ഞങ്ങൾ നല്ല വശത്തായിപ്പോയി മാർക്ക് ചെയ്തത്, നല്ല വശത്ത് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് ലാസ്റ്റ് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ താഴേക്കുള്ള ലെങ്ത്ത് ഒരു 5.5 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ റൗണ്ടോ വേറെ ഏതെങ്കിലും നെക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിവിടെ സ്ക്വയർ നെക്കിൻ്റെ മെഷർമെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു 5.5 ഇഞ്ചും അതുപോലെ 3 ഇഞ്ചും വരുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്തു,
ഒരു ബോക്സ് വരച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് കടത്തിയിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നെക്ക് ഇച്ചിരി അവിടെ സെറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ചിലപ്പോൾ പൊങ്ങിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. എന്നിട്ട് ആ ചെരിച്ച് വരച്ച ആ ഒരു വരയും പിന്നെ താഴെയുള്ള ആ ഒരു ലൈനും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ടാവും. ഫ്രണ്ട് നെക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ബാക്ക് നെക്കിലേക്ക് പോവാം. അവിടെ 3 ഇഞ്ച് തന്നെയാണ് വീതി വരുന്നത്. താഴേലേക്ക് നമ്മളൊരു 3 ഇഞ്ച് തന്നെ കൊടുക്കുന്നു. അപ്പം 3 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ നമ്മളൊരു ബോക്സ് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നമുക്കൊരു കൈ കൊണ്ട് ഒരു സർക്കിളല്ല, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് നമ്മൾ ആം ഹോളൊക്കെ വരച്ചില്ലേ, അതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് നമ്മൾ റൗണ്ട് പോലെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ സ്ക്വയറും ബാക്കിൽ റൗണ്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നെക്ക് രണ്ടും വെട്ടിയ സ്ഥിതിക്ക് നമുക്കിനി ക്രോസ് പീസ് എടുക്കാം. ക്രോസ് പീസ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമ്മൾ തുണീൻ്റെ ഡയറക്ഷനിൽ വലിക്കും, അത്ര സ്ട്രെച്ചായി കിട്ടൂല. നമുക്ക് നല്ല സ്ട്രെച്ച് ചെയ്യുന്ന പീസാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രോസ് ടു ക്രോസ് ആക്കിയിട്ട് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ നല്ല രീതിക്ക് സ്ട്രെച്ച് ആവും. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ വേണം നമ്മൾ ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിൻ്റെ അകത്ത് ഇങ്ങനെയാണ് ക്രോസ് പീസ് വരുന്നത്. അതിനെന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ വീതി വരുന്ന തരത്തിൽ കുറച്ച് സ്ട്രെയിറ്റ് ആ ഒരു ക്രോസ് ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് സ്ട്രെയിറ്റ് പീസ് ഇല്ലയെന്നാണെങ്കിൽ രണ്ടും ഇങ്ങനെ ക്രോസ് പീസ് സെപ്പറേറ്റ് വെട്ടിയെടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഒരു 3 പീസിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ മാത്രമാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ വരച്ച ലൈനിലൂടെ ഒന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ആ ഒരു ലെവലിൽ മതിയാവും. അതിലും ചെറുതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള പീസുകളെല്ലാം തന്നെ അങ്ങനെ തന്നെ ഒന്ന് വെട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്രോസ് പീസുകൾ ഉണ്ടാവല്ലോ, അതിനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതൊരു സിംഗിൾ പീസ് പോലെ ആക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് വേണം നമുക്കിത് വെച്ചിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്ട്രാ വർക്ക് ഷേപ്പ് മാറ്റം പോലെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്താൽ മതിയേ. ഇനി എന്ത് ചെയ്യുക, ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു സ്ക്വയർ പീസ് ഫാബ്രിക് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നവർക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ആയിട്ടുണ്ട്, അത് ഞാനിട്ട് ടാഗ് ചെയ്ത് കൊടുക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് മടക്കി തയ്ക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് ഒന്ന് അറ്റത്ത് വരുന്ന പീസായതുകൊണ്ട് അത് അത്യാവശ്യം ക്ലീൻ ആയിട്ടാണല്ലോ ഉണ്ടാവുക, നൂലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 3 സൈഡ് വെച്ചു തുന്നി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിനെ നമ്മൾ ആ നെക്കിൻ്റെ മേലെയായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെക്കിനെ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, കുറേ എക്സ്ട്രാ ഉണ്ട് എന്നാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കുറച്ച് വെട്ടിക്കളഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ ലൈനിങ് വെച്ച് നെക്ക് ചെയ്യുന്നില്ലേ, അതുപോലെ എന്ത് ചെയ്യണം, ഈ ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ക്യാൻവാസിൻ്റെ ലിങ്ക് ഓൾറെഡി മേലെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും കാണും. അതായത് 3 വഴി നെക്ക് ചെയ്യാൻ പറ്റിയ 3 വഴികൾ വെച്ച് എങ്ങനെയൊക്കെ നെക്ക് ഫിനിഷ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ പറഞ്ഞാൽ ലെങ്ത് കൂടിപ്പോൾ. ഇനി എന്ത് ചെയ്യുക, ഈ 3 പീസും നമ്മുടെ നെക്ക് നമ്മൾ ഓൾറെഡി നോക്കിയല്ലോ, അതിനെ എന്ത് ചെയ്യുക, ആ എക്സ്ട്രാ പീസിനെ എടുത്തിട്ട് ഈ നെക്കിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് ആ മെയിൻ ഫാബ്രിക്കും ഈ ഒരു പീസും കൂടി ഒന്ന് പിന്നൊക്കെ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ടിൻ്റെ നല്ല വശമാണ് ഒന്നിച്ചുള്ളത്. ആൻഡ് കംപ്ലീറ്റ്ലി നമ്മളിവിടെ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ക്വയർ നെക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ പോയിൻറ്റുകൾ വരുന്നില്ലേ, ആ പോയിൻറ്റുകൾ വരുമ്പം ജസ്റ്റ് സൂചി അവിടെ ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫൂട്ടൊന്ന് പൊക്കിയിട്ട് ഫാബ്രിക്കിനൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ചെയ്യാം. എന്നിട്ട് ഇപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ആ കൊടുത്ത ആ ഒരു പീസില്ലേ, ആ ഒരു പീസിൻ്റെ അവിടെ നമുക്കിങ്ങനെ എക്സ്ട്രാ ഇത് വന്നിട്ടുണ്ടാവും ഫാബ്രിക്. അതിന് ജസ്റ്റ് എന്ത് ചെയ്യുക, നെക്കിന് കണക്കായിട്ട് നമ്മൾ ആ വെട്ടിക്കളയുക. ഓക്കെ, ആ സ്റ്റിച്ച് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞി കട്ടിട്ട് കൊടുക്കുക. ആ പോയിന്റിലൊക്കെ നമുക്കിത് മറിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ എടുത്ത ആ ഒരു ഫാബ്രിക്കിനെ ബാക്കിലോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുക. അതായത് നമ്മുടെ ആ ഇപ്പോൾ വെച്ച കുഞ്ഞു പീസും അടിയിൽ നേരത്തെ വെട്ടിയപ്പോണ്ടായ കുഞ്ഞു പീസുകളുണ്ടാകും, അത് രണ്ടിനെയും കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, മൊത്തത്തിൽ ഈ വെച്ച പീസിനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നെക്കിൻ്റെ മെയിൻ ഫാബ്രിക്കിൻ്റെ പിറക് വശത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ നെക്ക്
ഫ്രണ്ട് നെക്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻവാസ് ആണെങ്കിൽ ചെറിയ മാറ്റം മാത്രമേ വരുന്നുണ്ടാവൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് നെക്ക് അവിടെ റെഡി ആയിട്ടുണ്ടാവും. കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നെക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്ക് സൈഡും ഇങ്ങനെ ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രോസ് പീസ് എടുത്ത് വെച്ചത്. അപ്പോൾ ക്രോസ് പീസിൻ്റെ അകത്തുള്ള നല്ല വശം ഉണ്ടല്ലോ, നമ്മുടെ നെക്കിൻ്റെ നല്ല വശത്ത് വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ നെക്കിൻ്റെ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ വലിച്ച് പിടിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, വലിച്ച് പിടിക്കാതെ അതിനെ ലൂസാക്കി വിട്ടിട്ട് നോർമലി കിട്ടുന്നത് പോലെ, ഇത് അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെച്ച് ആവുമല്ലോ, പക്ഷെ അങ്ങനെ വലിക്കാൻ പാടില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു നെക്കിൻ്റെ ആ ഷേപ്പിൽ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടാവും, കാരണം നമ്മൾ അളന്നെടുക്കുന്നില്ലല്ലോ. അപ്പോൾ എക്സ്ട്രാ വന്നതെന്നാണെങ്കിൽ ആ എക്സ്ട്രാ വന്നതിനൊക്കെ ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞേക്കുക. ഇപ്പോൾ എനിക്കിവിടെ ക്രോസ് പീസ് എടുത്തപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്ന സമയത്ത് ഇച്ചിരി എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കുഞ്ഞി കട്ടിട്ട് കൊടുക്കുക. ഓക്കെ, ആ സ്റ്റിച്ചിൻ്റെ അപ്പുറം നമ്മൾ അറ്റത്തായിട്ട് കുഞ്ഞി കട്ടിട്ട് കൊടുക്കുക. കാരണം നമുക്കിത് മറിച്ചിടാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്നിങ്ങനെ കുഞ്ഞി കട്ടിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് മറിച്ചിടുമ്പോൾ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇങ്ങനെ കട്ടിട്ട് അതങ്ങ് സെറ്റായി പോയിക്കോളും. എന്നിട്ട് ആ കട്ടിട്ട ആ ഒരു പോർഷനും അതുപോലെ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ ക്രോസ് പീസ്, അതിനെയും കൂടി ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ചുകൂടി ഇത് മാനേജബിൾ ആവുകയാണ് ചെയ്തത്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് അപ്പുറത്തേക്ക് മടക്കി വെക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിചാരിച്ചതുപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടെ ഒന്ന് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെ നല്ല വശം ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ആ ബാക്ക് നെക്കിൻ്റെ അകത്ത് വെച്ച ക്രോസ് പീസ് ഉണ്ടല്ലോ, ആ ഒരു ക്രോസ് പീസിനെ എടുത്തിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസിൻ്റെ ബാക്കിൽ വരുന്ന രീതിയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ പിടിച്ചിട്ട് ആദ്യം ഒന്ന് ചെറിയൊരു ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം അറ്റാച്ച് ചെയ്യണം. സിംഗിളായിട്ട് കൊടുത്തതിന് ചിലപ്പോൾ അത് ഇളകിപ്പോവും. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ നിൽക്കണമല്ലോ, അതുകൊണ്ട് ലോക്കൊക്കെ കൊടുത്ത് 2 പ്രാവശ്യം അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ഷോൾഡർ ഉണ്ടല്ലോ, 2 ഷോൾഡറും അങ്ങനെ തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾ ആദ്യം തന്നെ ഇത് മൊത്തം 2 നെക്കും ഫിനിഷ് ചെയ്തതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് പുറത്ത് അങ്ങനെ വിസിബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈനിങ് അല്ല, അത്യാവശ്യം നീറ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 2 ഷോൾഡറും അതുപോലെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ബാക്ക് സൈഡിലുള്ള ആ ഒരു നെക്ക് നമുക്ക് ഫിനിഷ് ആക്കി എടുക്കണം. ഓക്കെ, ബാക്ക് സൈഡിൽ നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുത്ത് നിർത്തിയതല്ലേ, അതിനൊന്ന് ഫിനിഷ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു ക്രോസ് പീസ് ഇനി ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ എടുത്ത് നോക്കിയിട്ട് ആ ക്രോസ് പീസിനെ ഒരിക്കൽ സിംഗിളാക്കി മടക്കുക, എന്നിട്ട് ഒരിക്കലും കൂടെ മടക്കി കൊടുക്കുക. അങ്ങനെ 2 മടക്കാക്കിയിട്ട് 2 ചെറിയ മടക്കായിരിക്കും, ആ ഒരു മടക്കാക്കി വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് ആ ഷോൾഡർ അറ്റാച്ച് ചെയ്തൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് പീസിൽ നമ്മൾ എക്സ്ട്രാ ഒരു പീസും ബാക്കിൽ ഇങ്ങനെ ക്രോസ് പീസും വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ക്യാൻവാസ് വെച്ച് ചെയ്യാം. ഈവൻ ലൈനിങ് വെക്കുന്നുണ്ടെന്നാണെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യാം. അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ നമ്മൾ നെക്ക് 2 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഒരു റൗണ്ട് പോലെയും ആൻഡ് ഫ്രണ്ട് നെക്ക് ഒരു സ്ക്വയറുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് എന്ത് ചെയ്യാം, ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ സ്ലീവ്സിൻ്റെ അറ്റം 2 മടക്കാക്കി മടക്കണം. പക്ഷേ ഞങ്ങളിവിടെ ഒറ്റ മടക്കേ മടക്കിയിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നൈറ്റി വിറ്റാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഓൾറെഡി നല്ല നീറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു മടക്കേ മടക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നൂലൊക്കെ പോകുന്നുണ്ട് എന്നാണെങ്കിൽ, അതായത് കറക്റ്റ് സൈഡ് കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ 2 മടക്കി കൊടുക്കണേ. അത് നമ്മൾ 2 സ്ലീവ്സിൻ്റെയും അറ്റം നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തല്ലോ, ആ ഒരു കട്ടിനെ നമ്മൾ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത് ആ ഒരു ജോയിൻറ്റിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സെൻറ്ററിൽ സൂചി ഇറക്കിയിട്ട് അവിടുന്ന് താഴേലേക്ക് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ അറ്റത്തേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സ്ലീവ്സിനെ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ മറിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടെ അതിൻ്റെ മുകളിൽ കൊടുക്കുക. കാരണം സ്ലീവ്സ് ആണ്, ഇളകി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ 2 സ്റ്റിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അടുത്ത നേരെ ഓപ്പോസിറ്റ് പോയിട്ട് സെൻറ്റർ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് ഇടുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ
എപ്പോഴും നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു വഴി തന്നെ ആയിരിക്കും. കാരണം അപ്പുറത്തെ അറ്റം തുടങ്ങി ഇപ്പുറത്തെ അറ്റം വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് അറിയുന്നവരുണ്ടാവും, ഇത് ഞാൻ ബിഗിനേഴ്സ് അറിയാത്തവരുണ്ട് എന്നാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ കട്ട്, അതാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്ലീവ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടുക്ക് സെൻറ്ററിൽ കട്ട് ഇട്ട് കൊടുക്കുന്നില്ലേ, അതിവിടെ സെൻറ്റർ കറക്റ്റ് മനസ്സിലാവാനാണ്. അപ്പോൾ അന്നേരം ഇട്ടിട്ടില്ല എന്നാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാലും മതി. അപ്പോൾ കറക്റ്റ് സെൻറ്ററും ആ ഒരു ഷോൾഡർ ജോയിൻറ്റും ഒന്നിച്ച് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കുക, ആൻഡ് അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും. അപ്പോൾ ഓരോ ഭാഗത്ത് 2 സ്റ്റിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് 2 സ്ലീവ്സും നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ, യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പോലെ മുകളിൽ നിന്ന് താഴെ വരെയും ജസ്റ്റ് തയ്ച്ചു കൊടുക്കണം. A-line മോഡൽ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു സ്ലീവ്സിൻ്റെ അവിടുന്ന് താഴെ വരെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്തെ വശം ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വലിയ കോംപ്ലിക്കേറ്റഡ് വരുന്നില്ല. സ്ലിറ്റ് വരുമ്പോൾ സ്ലിറ്റ് ചെയ്യുമ്പം കൺഫ്യൂഷൻ ആവും. ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാനും ആൻഡ് സിംഗിളായിട്ട് ഒറ്റ കട്ടല്ലേ വരുന്നുള്ളൂ. ആ ഒരു കട്ടിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെയും ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മളെ എക്സ്ട്രാ വെച്ച പീസില്ലേ, ആ ഒരു പീസ് എന്ത് ചെയ്യുക, വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഒരു ആവേശത്തിന് വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഫ്ലെയർ വന്നിട്ടുണ്ട്. അതില്ലാന്നാണെങ്കിൽ സെറ്റാക്കാം. ആൻഡ് അതുപോലെ തന്നെ നല്ല ഫ്ലെയറൊക്കെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ നൈറ്റി ബിറ്റ് എടുക്കാതെ വേറെ നോർമൽ ഒരു ഫാബ്രിക് വെച്ച് എടുത്താൽ മതി. അത്യാവശ്യം നല്ല വീതിക്ക് തന്നെ 4 മടക്കം വീതി വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നേയും നൈറ്റി ഫാബ്രിക്സ് വെച്ചിട്ട് വേറെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലേലിസ്റ്റ് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്രോക്കും അതുപോലെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ടോപ്പുകളൊക്കെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാണ്ട് പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ഇറ്റ്സ് ബൈ ഫ്രം തയ്യൽക്കട.